പക്ഷി സങ്കേതങ്ങൾ. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം തട്ടേക്കാട്. കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതം. തട്ടേക്കാട് പക്ഷി സങ്കേതം നിലവിൽ വന്ന വർഷം 1983. പ്രശസ്ത പക്ഷി നിരീക്ഷകനായ സലീം അലിയുടെ പേരാണ് തട്ടേക്കാട് പക്ഷി സങ്കേതത്തിന് നൽകിയിരിക്കുന്നത്. പക്ഷിപാതാളം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളിൽ. ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെട്ടിരുന്ന പക്ഷി സങ്കേതം കുമരകം പക്ഷി സങ്കേതം. കേരളത്തിലെ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാട്, ആലപ്പുഴ. മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതം ചൂളന്നൂർ. ചൂളന്നൂർ പക്ഷി സങ്കേതത്തിൻ്റെ മറ്റൊരു പേര് KK നീലകണ്ഠൻ പക്ഷി സങ്കേതം. കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകം രചിച്ചത് KK നീലകണ്ഠൻ. KK നീലകണ്ഠൻ്റെ മറ്റൊരു പേര് ഇന്ദുചൂടൻ. കുഞ്ചൻ നമ്പ്യാർ സ്മൃതി വനം എന്ന പേരിൽ അറിയപ്പെടുന്ന പക്ഷി സങ്കേതം ചൂളന്നൂർ. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം കടലുണ്ടി പക്ഷി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി വള്ളിക്കുന്ന്. മംഗളവനം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം മംഗളവനം. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം മംഗളവനം പക്ഷി സങ്കേതം. കണ്ടൽ വനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഒരേയൊരു പക്ഷി സങ്കേതം മംഗളവനം. കേരളത്തിൽ അപൂർവ ഇനം കടവാവലുകൾ കണ്ടുവരുന്ന പക്ഷി സങ്കേതം മംഗളവനം. കേരള ഹൈക്കോടതി കെട്ടിട സമുച്ചയത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം മംഗളവനം. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ തട്ടേക്കാട് എറണാകുളം, മംഗളവനം എറണാകുളം, കുമരകം കോട്ടയം, അരിപ്പ തിരുവനന്തപുരം, കടലുണ്ടി മലപ്പുറം, ചൂളന്നൂർ പാലക്കാട്. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം നവംബർ 12. പ്രശസ്ത പക്ഷി ശാസ്ത്രജ്ഞനും പ്രകൃതി ശാസ്ത്രജ്ഞനുമായ സലീം അലിയുടെ ജന്മവാർഷികത്തോട് അനുബന്ധിച്ച് എല്ലാ വർഷവും നവംബർ 12 ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നു. ബേർഡ് മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് സലീം അലി. സലീം അലി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഗോവ. സലീം അലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീർ. സലീം അലി ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി സ്ഥിതി ചെയ്യുന്നത് കോയമ്പത്തൂർ. ദേശീയോദ്യാനങ്ങൾ. കേരളത്തിലെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം 6. PSCയുടെ ഉത്തരം 5 എന്നാണ്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേരളത്തിലെ ജില്ല ഇടുക്കി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല. ഇരവികുളം ദേശീയോദ്യാനം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനവും ഇരവികുളമാണ്. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി, ദേവികുളം താലൂക്ക്. വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1975. വംശനാശ ഭീഷണി നേരിടുന്ന അത്യപൂർവം ഇനത്തിൽപ്പെട്ട വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം ദേശീയോദ്യാനം. ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 1978. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം എന്നറിയപ്പെടുന്നത് ഇരവികുളം. വരയാടിൻ്റെ ശാസ്ത്രീയ നാമം നീലഗിരി റാഗസ് ഹൈലോക്രിയസ്. തമിഴ്നാടിൻ്റെ സംസ്ഥാന മൃഗം വരയാട്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. വിനോദസഞ്ചാര കേന്ദ്രമായ രാജമല ഇരവികുളത്തിൻ്റെ ഭാഗമാണ്. പെരിയാർ ദേശീയോദ്യാനം. സ്ഥിതി ചെയ്യുന്ന താലൂക്ക് പീരുമേട്. സ്ഥിതി ചെയ്യുന്ന വില്ലേജുകൾ കുമിളി, മ്ലാപ്പാറ. 140-ലധികം ഓർക്കിഡ് ഇനങ്ങൾ കാണപ്പെടുന്നു. അടുത്ത സൈലൻറ്റ് വാലി ദേശീയോദ്യാനം. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനം. സൈലൻറ്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1984 ഇന്ദിരാഗാന്ധിയാണ്. സൈലൻറ്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്ത വർഷം 1985 സെപ്റ്റംബർ 7 രാജീവ് ഗാന്ധിയായിരുന്നു.
ബഫർ സോണായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം 2007. 9.8 കിലോമീറ്റർ ഭാഗം ഇക്കോ സെൻസിറ്റീവ് സോണായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച കേരളത്തിലെ ദേശീയോദ്യാനം സൈലന്റ് വാലി. സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് മണ്ണാർക്കാട്. കേരളത്തിലെ ഏക നിത്യഹരിതക മഴക്കാടാണ് സൈലന്റ് വാലി. പശ്ചിമഘട്ടം, നീലഗിരി കുന്നുകൾ എന്നിവയുടെ ഭാഗമായി വ്യാപിച്ചു കിടക്കുന്നു. സൈലന്റ് വാലി ഉൾപ്പെടുന്ന ബയോസ്ഫിയർ റിസർവാണ് നീലഗിരി. സൈലന്റ് വാലിയെ ചേർന്ന് സ്ഥിതി ചെയ്യുന്ന തമിഴ്നാട്ടിലെ ദേശീയോദ്യാനം മുക്കുറുത്തി. സൈലന്റ് വാലിയെ റിസർവ് വനമായി പ്രഖ്യാപിച്ച വർഷം 1914. സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ച ബ്രിട്ടീഷുകാരൻ റോബർട്ട് വൈറ്റ്. പുരാണങ്ങളിൽ സൈലന്ത്രി വനം എന്ന പേരിൽ സൈലന്റ് വാലി അറിയപ്പെട്ടിരുന്നു. ചീവീടുകളുടെ ശബ്ദമില്ലാത്തതിനാലാണ് സൈലന്റ് വാലിക്ക് ഈ പേര് ലഭിച്ചത്. സൈലന്റ് വാലിയുടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ. മലിനീകരണം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ നദി കുന്തിപ്പുഴ. പാത്രക്കടവ് പദ്ധതി ആരംഭിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന നദി കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ കാണുന്ന അപൂർവ ഇനം പക്ഷി ബ്ലാക്ക് ബുൾബുൾ. സൈലന്റ് വാലിയിൽ കാണുന്ന അപൂർവ ഇനം ഓർക്കിഡ് എറിയ ത്യാഗി. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ ഇവിടെ കാണപ്പെടുന്നു. സിംഹവാലൻ കുരങ്ങിൻ്റെ ശാസ്ത്രീയ നാമം മക്കാക്ക സിലനസ്. വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് സൈലന്റ് വാലിയിൽ സിംഹവാല കുരങ്ങുകൾ കാണപ്പെടാൻ കാരണം. വെടിപ്ലാവിൻ്റെ ശാസ്ത്രീയ നാമം കുലിനിയ എക്സാറിലാറ്റ. സൈലന്റ് വാലി നാഷണൽ പാർക്കിൻ്റെ 25ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 2009. കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ വർഷങ്ങൾ. ഇരവികുളം ജില്ല ഇടുക്കി, വർഷം 1978. സൈലന്റ് വാലി ജില്ല പാലക്കാട്, വർഷം 1984. ആനമുടി ചോല ഇടുക്കി 2003. മതികെട്ടാൻ ചോല ഇടുക്കി 2003. പാമ്പാടും ചോല ഇടുക്കി 2003. ആനമുടി ചോല ദേശീയോദ്യാനത്തിൽ ഉൾപ്പെടുന്ന 3 ചോല റിസർവ് ഫോറസ്റ്റുകളാണ് ഇടവര ചോല റിസർവ്, പുല്ലാർഡി ചോല റിസർവ്, മന്നവൻ ചോല റിസർവ്. ആനമുടി ചോല ദേശീയോദ്യാനത്തിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടം തൂവാനം. ആനമുടി ചോല സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. മതികെട്ടാൻ ചോല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഉടുമ്പൻ ചോല. 1897 തിരുവിതാംകൂർ ഗവൺമെൻറ് റിസർവ് വുഡ്ലാൻഡായി പ്രഖ്യാപിച്ച പ്രദേശം മതികെട്ടാൻ ചോല. മതികെട്ടാൻ ചോല ദേശീയോദ്യാനത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശം കാട്ടുമല. മതികെട്ടാൻ ചോലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ ഉച്ചിൽ കുത്തിപ്പുഴ, മതികെട്ടാൻ പുഴ, ഞാണ്ടാർ. പാമ്പാടി ചോല കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടൻ ചോല. കടവാവലുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം മംഗളവനം. പന്നിമുക്കൻ തവള കാണപ്പെടുന്ന വന്യജീവി സങ്കേതം കരിമ്പുഴ. റീഡ് തവളകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം കക്കയം. ചാമ്പൽ മലയണ്ണാൻ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ചിന്നാർ.